50 സംവത്സരങ്ങൾ പിന്നിടുകയാണ്. ഇതിൻ്റെ ആരംഭകാലം എനിക്കറിയാം. കേരളമതിൽ തന്നെ അതിൻ്റെ ചുമതല നിർവഹിക്കുമ്പോൾ തന്നെ ആ ചുമതലകൾക്കിടയിൽ MS മണി അദ്ദേഹത്തിന് തോന്നിയ ഒരു ദീർഘവീക്ഷണമാണ്. ആ ആശയം ഞാനുമായിട്ട് പങ്കിട്ടിട്ടുണ്ട്. നമുക്കൊരു വീക്കിൽ തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ദിവാകരൻ. അതിന് തെക്കായിട്ടൊരു ഓഫീസ് കൊടുത്തു. മ്യൂസിക് അക്കാഡമിയുടെ നേരെ എതിരെ ജയചന്ദ്രൻ നായരും NRS ബാബുവും മണിയും ചേരുന്ന 3 പേരാണ് കലാകൗമുദിയുടെ ശില്പികൾ. ആരംഭത്തിൽ അത് വാരിക ഓടുമോ ഇല്ല എന്നുള്ളതൊക്കെ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും പരിഗണിച്ചില്ല. അതിന് മുൻപ് ഈ കലാകൗമുദി ബോംബെ മലയാളികളുടെ കയ്യിലുണ്ടായിരുന്നു. ബോംബെയിൽ കലാകൗമുദി ദിനപത്രം ഇറക്കി. നരിമാൻ പോയിന്റിലെ ഓഫീസിൽ ഞാൻ പോയിരുന്നില്ല. ബോംബെ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പത്രം. എങ്ങനെയോ മണി അവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയും ശ്രദ്ധ വേറെ തിരിയുകയും കിച്ചതിൻ്റെ ഫലമായി അത് പോയി. കേരളകൗമുദി ഇന്ന് നിങ്ങൾ അറിയപ്പെടുന്ന കേരളകൗമുദിയുടെ എല്ലാം ദേശീയമായ എല്ലാ അംഗീകാരം നേടിയെടുക്കുന്നതിൽ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് മണി ഒരു സാധാരണ പത്രലേഖനെ പോലെ അവിടെ വർഷങ്ങളോളം പറഞ്ഞു. അതും എനിക്കറിയാം. കേരളകൗമുദിയുടെ ജീവനക്കാരൻ അന്ന് പത്രാധിപർ സുകുമാരനാണ് നടത്തുന്നത്. ആ ഡൽഹിയിലെ കേരളകൗമുദിയുടെ മണിയുടെ ബന്ധമാണ് കേരളകൗമുദിയുടെ മുമ്പിൽ വിശാലമായ ഒരു ലോകം തുറന്നിട്ടത്. പ്രഗത്ഭമതികളായ ആളുകളുമായിട്ടൊക്കെ പാർലമെൻറ്റിലെ AKG തന്നെ നേരിട്ട് ബന്ധപ്പെടുകയും AKG മണിയെ കൊണ്ടു നടക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് മണി പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ മണി തൻ്റെ പ്രിയ പുത്രി വത്സയെ അവിടുത്തെ ലേഖനാക്കി. എനിക്ക് ഈ സുകുമാരനെ കുറിച്ച് ഒരു പിടിപാടുമില്ലായിരുന്നു. ഡോക്ടർ കസ്തൂരിയാണ് എന്നോട് പറഞ്ഞത് എനിക്കൊരു മകനും ഉണ്ടെന്നാണ്. ഞങ്ങൾക്ക് ഈ വത്സയെ മാത്രമേ അറിയാവൂ. ഈ സുകുമാരൻ വളരെ നാൾ വെളിയിലായിരുന്നു. വളരെ നാളില്ല, ഒരുപാട് വർഷം. മണിയുടെ മറ്റൊരു ഭാവന സൃഷ്ടിയാണ് ഈ സുകുമാരൻ എന്നുള്ള പേര്. അച്ഛനോട് ഇത്രയും താല്പര്യമുള്ള നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ പേരുകളാണ് അന്വേഷിക്കുന്നത്. പക്ഷെ മണിയുടെ മുമ്പിൽ വേറെ ഒരു പേരുമില്ലായിരുന്നു. സുകുമാരൻ എന്ന് തന്നെ പേര്. വളരെ വൈകാരികമായ ബന്ധമാണ് എനിക്ക് കലാകൗമുദിയായിട്ടുള്ള. കലാകൗമുദിയുടെ ഗുണഗണങ്ങളല്ല. കലാകൗമുദി മനോരമയിൽ നിന്ന് മാതൃഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാംസ്കാരിക ലോകത്തിൻ്റെ വാതിൽ കേരളത്തിൻ്റെ വായനക്കാരുടെ മുമ്പിൽ തുറന്നിട്ടത് കലാകൗമുദി. അതിൻ്റെ അവസാനത്തെ പേജ് വായിക്കാതെ കലാകൗമുദി വായനക്കാരൻ മാറില്ല. ഞാൻ പലതുമൊക്കെ അയക്കുമ്പോൾ നമ്മുടെ അങ്ങേറ്റത്തിരിക്കുന്ന തല മുഴുവൻ നരച്ച VD ശെൽവരാനുണ്ടല്ലോ, എന്നെ വിളിച്ച് പറയും അത് സാർ അത് എല്ലാം ശരിയല്ലാതെ ഒരുപാട് നമ്മുടെ സ്റ്റാൻഡേർഡിന് ശരിയല്ല. ശരിയായിരിക്കും. ഇത്ര തീക്ഷ്ണമായിട്ട് കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാണ് ഒരു ആർട്ടിക്കിൾ കലാകൗമുദിയിൽ വരുന്നത്. എല്ലാവർക്കും കയറി എഴുതാന്നുള്ള ഒരു വാരികയല്ല. അതിൻ്റെ ഒരു നിലവാരമുണ്ട്. കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭമതികളുടെ പാരമ്പര്യത്തിൻ്റെ സൗരഭ്യമുള്ള ഒരു വാരികയാണ്. അതിപ്പോഴും അതിൻ്റെ സർക്കുലേഷനല്ല പ്രശ്നം, അതിൻ്റെ ഉള്ളടക്കമാണ്. ഞാൻ ഈ സർക്കുലേഷനെ നോക്കാറില്ല. സർക്കുലേഷനല്ല, ഉള്ളടക്കമാണ്. ഉള്ളടക്കമാണ് പ്രശ്നം. കേരളത്തിൽ കള്ളുകുടിയന്മാർ കൂടുതലായതുകൊണ്ട്
അവർ പറയണതാണ് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഭൂരിപക്ഷം അവരാ, പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല, അത് സമൂഹം അംഗീകരിക്കില്ല. അതുപോലെ ഈ സാഹിത്യ രംഗത്ത് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ, ദുർബല വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന, പണ്ട് ആളുകൾ പറയും മനോരമ കഥകളാണ്. ഒരു പ്രേമം, ഒരു കാമുകനെ തള്ളിക്കളയുന്നു, കാമുകി ആത്മഹത്യ ചെയ്യുന്നു, പിന്നെ കരടിയിൽ നിന്ന് എടുക്കുന്നു, കേസെടുക്കുന്നു. ഇതാണ് മനോരമയുടെ പല കഥകൾ, നോവലുകൾ ഞാൻ വായിക്കുമ്പോൾ. കാമുകനും നിരാശയും കൊലപാതകമില്ലാത്ത ഒരു നോവലുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കലാകൗമുദിയുടെ ഓരോ പേജും അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ശക്തന്മാരതിൻ്റെ പുറകിലുണ്ട്, നല്ല ഒന്നാം തരം ചെറുപ്പക്കാരുണ്ട്, ഒരു ടീമുണ്ട് അവിടെ, പ്രഗത്ഭമതികളായ ടീം. അതുകൊണ്ട് കലാകൗമുദിക്ക് എന്ന നിങ്ങളുടേതായൊരു സ്പേസ് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തുണ്ട് എന്ന് കലാകൗമുദിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ കഠിനമായി ഇനി ഈ വഴി തന്നെ പോകണം. ഇതൊരു ചെറിയ സർഗലക്ഷ്യം കുറഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതൊന്നും നോക്കേണ്ട കാര്യം. നമുക്കൊരു ശൈലിയുണ്ട്. കേരളത്തിൻ്റെ നവോത്ഥാനം അത് ഉയർത്തിപ്പിടിച്ച ആളുകളുടെ ഒരു കുടുംബമാണ് മയ്യനാട് CV കുഞ്ഞിരാമൻ്റെ കുടുംബം. ആ കുടുംബത്തിൽ പിറവിയെടുത്ത പ്രസിദ്ധീകരണങ്ങളാണിത്. കേരളകൗമുദി ആയാലും കലാകൗമുദി ആയാലും എന്തായാലും അതിന് ദീർഘമായ ഒരു പാരമ്പര്യമുണ്ട്. മലയാളിയുടെ പാരമ്പര്യമുണ്ട്, കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, നവോത്ഥാനത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. അത് തന്നെ മുറുകെ പിടിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ പലപ്പോഴും പലരോടും പങ്കിട്ട ഒരു കാര്യമാണ്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടിനെയും മറ്റിടതുപക്ഷ പാർട്ടികളെ നവോത്ഥാനത്തിലേക്ക് നയിക്കുമ്പോഴും അതിൻ്റെ അടിത്തറയായിരുന്നത് കേരളത്തിലെ ചെത്തു തൊഴിലാളികളായി, വിശ്വവിഘടനകളായി, നെയ്ത്ത് തൊഴിലാളികളായി, പാവപ്പെട്ട തൊഴിലാളികളായി, ഓട് തൊഴിലാളികളും ബീഡി തൊഴിലാളികളും. ഈ പുതിയ കേരളത്തിൽ അവരൊന്നും കാണാനില്ല. ആ മുഖങ്ങളെല്ലാം പോയി. ആ മേഖലകളെല്ലാം ശ്മശാന മൂകതയാണ്. പഴയതുപോലെ നാട്ടുപുറങ്ങളിൽ കുഴി തറി കാണാൻ ഞാൻ കുളത്തൂർ പലപ്പോഴും പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കുഴിയില്ല, തറിയുമില്ല, നെയ്ത്തുമില്ല. ആ ശബ്ദമുണ്ട്, ഓടയടിക്കണ ശബ്ദമുണ്ട്, അത് കേൾക്കാൻ നമുക്ക്. കേരളത്തിൽ ഇന്ന് അതില്ല. കായലോരങ്ങളിൽ തൊണ്ട് തല്ലുന്ന സ്ത്രീകളിന്നില്ല. അവരോട് ചോദിച്ചപ്പോൾ അവർ ഞങ്ങളുടെ തൊണ്ട് തല്ലുന്നത് 2500 രൂപ ഒന്നും ചെയ്യാതെ കുറേ മാസം ഞങ്ങൾ കിട്ടുന്നുണ്ട്. തൊണ്ട് തല്ലാതെ കിട്ടില്ല. ഇങ്ങനെ കഠിന അധ്വാനം ചെയ്ത് അധ്വാനിക്കുന്നവൻ്റെ എന്ന് പറയുന്ന വർഗം, ആ കഠിനാധ്വാനം ചെയ്ത എരിഞ്ഞടങ്ങിയ ഒരു തലമുറയുടെ സംഭാവനയാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന നവോത്ഥാനവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാഹിത്യവുമെല്ലാം. ഒരു കാലത്ത് തകഴിയൊക്കെ എഴുതിയത് ആ സാഹിത്യത്തെക്കുറിച്ചാണ്, 2 ഇടങ്ങളിൽ എഴുതിയത്. ആ പഴയ ആ ഒരു സംസ്കാരം, അധ്വാനത്തിൻ്റെയും അതിൻ്റെ സംസ്കാരത്തിൻ്റെ കഥകളും നോവലുകളുമെല്ലാം കലാകൗമുദിയിൽ വഴി പുനരാവിഷ്കരിക്കാൻ കഴിയുമെങ്കിൽ കേരളത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും അത്. ഞാനിപ്പോൾ ഒരു നോവൽ വായിക്കുകയാണ്, നല്ല നോവലാണ്, പക്ഷെ അത് വെറും ഭാവനയാണ്. ഭാവനയുടെ വാക്കുകൾ കൊണ്ടൊരു മായാജാലം സൃഷ്ടിക്കാം എഴുതാൻ. അതിൻ്റെ ആളാണ് എഴുതിയിരിക്കുന്നത്. ജോർജ് ഉണക്കൊണ്ട് ഒന്നാന്തരം ഭാഷയിൽ നമ്മൾ അറിയാതെ ഒഴുകി അങ്ങ് പോകും. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ നോക്കുന്നത് ഇതെന്താ ഇങ്ങനെ അത്രയും വായിച്ചു പോയല്ലോ എന്ന്. പക്ഷെ ഒന്നാന്തരം സൃഷ്ടികളും അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹ്യ ദർശനമുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ ഇന്ന് ചിലത് ഞാൻ വായിക്കുമ്പോൾ കലാകൗമുദി തന്നെ വെറും ഭാവനയാണ്, അതിനകത്ത് ഒന്നുമില്ല. അതിൽ നിന്ന് സാമൂഹ്യ പ്രശ്നങ്ങൾ
വെറും ഭാവനയില്ല എന്നത് ഞാൻ ഭാവനക്കാരെ ഒന്നും ഞാൻ ആക്ഷേപിക്കില്ല. ജീവിതത്തിൻ്റെ ചൂടേറിയ ഇന്നത്തെ സമൂഹത്തിലെല്ലാം തീർന്നു, നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തി, ഇനി ഒന്നും നേടാനില്ല എന്ന ഒരു മിഥ്യാധാരണയാണ്. നമ്മളിന്നും പല കാര്യത്തിലും പുറകിലാണ് കേരളം. സാംസ്കാരിക രംഗത്തും പുറകിലാണ്. അതിലൊരു വലിയ മുന്നേറ്റം നടത്താൻ കലാകുമതിക്ക് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാൻ നിങ്ങളുടെ ഒരു കുടുംബം ബന്ധം പോലെയാണ്. എന്നെ പ്രസംഗിക്കാൻ തന്നെ വിളിക്കേണ്ടിയില്ലായിരുന്നു. കസ്തൂരി ആയിരിക്കും പറഞ്ഞാൽ വിളിക്കാൻ. ഞാനല്ലെങ്കിലും ഞാൻ വരുമായിരുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.